തൃശൂർ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ CPM BJP തെരുവ് യുദ്ധം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡിൽ CPM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു. ചെരുപ്പുമാലയിട്ടും CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. പിന്നാലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും BJP പ്രവർത്തകരെ നേരിടാൻ CPM പ്രവർത്തകരും രംഗത്തെത്തിയതോടെ വലിയ സംഘർഷമുണ്ടായി. കല്ലേറും വാക്പോരുമായി മുഖാമുഖം എത്തിയ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് പ്രയാസപ്പെട്ടു. സുരജ് സജി വിവരങ്ങൾ നൽകും. തൃശ്ശൂരിൽ നിന്ന് സുരജ്, ഏതാനും മണിക്കൂറുകൾ വലിയ സംഘർഷത്തിന്റെ സാഹചര്യമായിരുന്നു തൃശ്ശൂരിൽ. അതിന് ഇപ്പോൾ എന്താണ്, പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ടോ? നഗരത്തിൽ വലിയ പോലീസ് സുരക്ഷയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സുരജ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഏറ്റവും പുതിയ വിവരം CPM BJP ഓഫീസുകൾക്ക് പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനും BJPയുടെ തൃശ്ശൂർ നഗരത്തിൽ BJPക്ക് 2 പ്രധാനപ്പെട്ട ഓഫീസുകളാണുള്ളത്. ഇപ്പോൾ പുതുതായി പണി കഴിപ്പിച്ച നമോ ഭവനിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ MG റോഡിലുള്ള BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിനും, അങ്ങനെ 2 BJP ഓഫീസുകൾക്കും CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്കുമാണ് ഇപ്പോൾ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ സംഘർഷത്തിന്റെ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇന്ന് വൈകുന്നേരമാണ് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPMന്റെ ഒരു മാർച്ച് നടക്കുന്നത്. ആ മാർച്ചിനിടയിലാണ് CPIMന്റെ ഒരു പ്രവർത്തകൻ എത്തി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള ദിശാ ബോർഡിൽ ഈ കരിയോയിൽ ഒഴിക്കുന്നതും ചെരുപ്പുമാല ചാർത്താൻ ശ്രമിക്കുന്നു. ഇതോടുകൂടി പോലീസ് ഇടപെട്ട പ്രവർത്തകനെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ വിട്ടയച്ചതിനെ തുടർന്ന് ഈ പ്രവർത്തകൻ മടങ്ങുകയും ചെയ്തു. ആ പ്രവർത്തകനോട് നമ്മൾ ആ സമയത്ത് വിവരങ്ങൾ ആരാഞ്ഞ സമയത്ത് താൻ സ്വമേധയാ ചെയ്തതാണ് എന്ന് ആ പ്രവർത്തകൻ പറഞ്ഞെങ്കിൽ പോലും പക്ഷേ BJP സംബന്ധിച്ച് അവർ ഒരു വൈകാരിക വിഷയമായി തന്നെ ഈ ഓഫീസിന് നേരെയുള്ള കരിയോയിൽ പ്രയോഗത്തെ കാണുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. സംസ്ഥാന വ്യാപകമായി നാളെ BJP പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ഉണ്ടായ അക്രമം എന്നുള്ളതാണ് BJP ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നതും നോക്കിക്കാണുന്നതും. അതുകൊണ്ടാണ് വൈകുന്നേരം രാത്രി ഒരു 8 മണിയോടുകൂടി ഞാനിപ്പോൾ നിൽക്കുന്ന CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്താൻ BJP തീരുമാനിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ അകലെ വെച്ച് പോലീസ് തടഞ്ഞു. പക്ഷേ ആ സമയത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിപ്പിച്ച മാർച്ചായതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് അധിക പോലീസ് എത്തിയില്ല. അതോടൊപ്പം തന്നെ ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിക്കാനും സാധിച്ചില്ല. പിന്നീട് ആ മാർച്ച് അവിടെ തടഞ്ഞ് ആ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് CPM പ്രവർത്തകർ ഇവിടെ സംഘടിക്കുന്നത്. CPMനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പരമപ്രധാനമായ ജില്ലയിലെ കേന്ദ്രത്തിലേക്ക് BJP മാർച്ച് നടത്തുന്നു എന്നുള്ളത് അവരും വൈകാരിക വിഷയമായി എടുക്കുന്നു. അങ്ങനെ CPM പ്രവർത്തകരും സംഘടിച്ചെത്തിയതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കുകയും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി. പോലീസിനെ സംബന്ധിച്ച് നന്നേ പാടുപെട്ടാണ് ഒരു വലിയ സംഘർഷം ഒഴിവാക്കിയത്. പോലീസ് ഇതിനിടയിൽ വലിയ രീതിയിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടു. പോലീസിനെ സംബന്ധിച്ച് കുറഞ്ഞ ഫോഴ്സ് മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഇരു വിഭാഗത്തെയും പോലീസ് നന്നേ പാടുപെട്ട് നിയന്ത്രിച്ചാണ് എന്തായാലും ഈ സംഘർഷത്തിന് അയവ് വരുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി 2 വിഭാഗം ആളുകളും ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും ഇരു വിഭാഗത്തിന്റെയും പാർട്ടി ഓഫീസുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് ഇനി ഒരു തുടർ സംഘർഷം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോലീസും കടന്നിട്ടുണ്ട്. വിജയകുമാർ. സൂരജ് സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ BJP CPM ഓഫീസുകൾക്ക് പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സംഘർഷ സാധ്യത ഇപ്പോൾ ഇല്ല എങ്കിലും അത് ഒഴിവായി എന്ന് കരുതാനാവില്ല എന്നാണ് പോലീസും കരുതുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ സുരക്ഷ ഈ പാർട്ടി ഓഫീസുകൾക്ക് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.